സാമൂഹ്യ ആതുര സേവന പ്രവർത്തകനായിരുന്ന സർവോദയം കുര്യന്റെ 27ാം ചരമവാർഷിക ദിനാചരണ സമ്മേളനം നടന്നു. സാമൂഹ്യ ആതുര സേവന പ്രവർത്തകനായിരുന്ന സർവോദയം കുര്യന്റെ 27ാം ചരമവാർഷിക ദിനാചരണ സമ്മേളനം ഞാറയ്ക്കൽ സർക്കാർ ആശുപത്രിയിൽ നടന്നു. അനുസ്മരണ സമ്മേളനം സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു. രാവിലെ ചരമവാർഷികം ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ആശുപത്രി ഞാറയ്ക്കൽ നടത്തുവാൻ കാരണം കുര്യൻചേട്ടന്റെ പേരിൽ 2 വാർഡ് ഇവിടെ കുര്യൻചേട്ടൻ പണിതു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നപ്പോൾ അതിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഇന്നും കുര്യൻചേട്ടന്റെ വാർഡുകൾ ഇവിടെ നിലനിൽപ്പുണ്ട്. അപ്പൊ ആ വാർഡുകളെല്ലാം കുര്യൻചേട്ടന്റെ ഏറ്റവും പ്രവർത്തന മേഖല ഈ ഞാറയ്ക്കൽ സർക്കാർ ആശുപത്രിയായിരുന്നു. ഇവിടെ വന്ന് മഹാത്മാഗാന്ധിയൊക്കെ കാണിച്ചു തന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് കുര്യൻചേട്ടൻ മദർ തെരേസ, മഹാത്മാഗാന്ധി, ഫാദർ ഡാമിയനൊക്കെ കാണിച്ചു തന്ന ആ പാത പിന്തുടർന്നുകൊണ്ട് ഇവിടുത്തെ കക്കൂസ് വരെ അദ്ദേഹം കഴുകും. ഇവിടെ രോഗികളെ സന്ദർശിക്കും. നമുക്കറിയാം, വസൂരിയൊക്കെ വന്ന കാലഘട്ടത്തിൽ വസൂരി രോഗം ഒരു പകരും എന്ന് പേടിച്ചിട്ട് ആളുകളൊക്കെ മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം വസൂരി വന്ന് മരിച്ചവരെയും വസൂരി വന്ന് രോഗികളായിട്ടുള്ളവരെയും ചികിത്സിക്കാൻ പോയി. അദ്ദേഹത്തിന് വസൂരി വന്ന് പ്രസിഡന്റ്. അതേപോലെ തന്നെ ലെനിൻ മാഷ്, അങ്ങനെ ധാരാളം പ്രായമുള്ള നമ്മുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത്. കെ അറുമുഖനടക്കം 18 വർഷം മുമ്പ് എന്നെ അവര് പ്രസിഡന്റാക്കി തെരഞ്ഞെടുത്തു. നമുക്ക് അന്ന് ഇത്തിരി ആരോഗ്യമൊക്കെ ഉള്ളൊരു അവസ്ഥയായതുകൊണ്ട് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വിപുലീകരിക്കുവാനുള്ള ഒരു പരിശ്രമം ഞാൻ നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുര്യൻചേട്ടൻ മരിച്ച ദിവസം ജൂലൈ 16-ാം തീയതി 27ാം ചരമവാർഷികം ആചരിച്ചു. 600ഓളം അനാഥ ശിശുക്കളെ സംരക്ഷിക്കുകയും അവശരുടെയും ആലംബഹീനരുടെയും അത്താണിയുമായിരുന്ന സർവോദയം കുര്യൻ കാണിച്ചു തന്ന മാതൃക ഇന്നത്തെ സമൂഹത്തിന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പള്ളി പറഞ്ഞു. പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് സാമൂഹിക പ്രവർത്തകനായ PK ബാഹുലയന് അദ്ദേഹം പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെ മാനിച്ച് സർവോദയം കുര്യന്റെ പേരിലുള്ള പ്രശസ്തി പത്രം രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ നൽകി. രോഗികൾക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. പ്രസ്തുത സമ്മേളനത്തിൽ സോണി കുര്യൻ പാറയ്ക്കൽ, ജേക്കബ് വാത്തിക്കുളം, ജോണി വൈപ്പിൻ, PK ബാഹുലയൻ, ഫ്രാൻസിസ് അറയ്ക്കൽ, ജോളി ജോസഫ്, ഡിജിൽ പനയ്ക്കൽ, NG ശിവദാസ്, റോസ്ലി ജോസഫ്, സെബി ഞാറയ്ക്കൽ, അംബിക രാഘവൻ, ടൈറ്റസ് പൂപ്പാടി, ജോസി ചക്കാലയ്ക്കൽ, TP സെബാസ്റ്റ്യൻ, TK മണി, ഡാളി ഫ്രാൻസിസ്, KM ധനജ്ഞയൻ, MA സേവ്യർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞാറയ്ക്കൽ പഞ്ചായത്തിന് സമീപമുള്ള സർവോദയം കുര്യന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ, കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.